എവ്രി വൺ ഇന്ന് ഞങ്ങൾ ഇത് കണ്ട ആദവ് റെഡിയായി നിൽക്കുന്ന കണ്ടില്ലേ. ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ അതിനകത്ത് ഞാൻ ട്രെയിനിനകത്ത് ഇടാൻ വേണ്ടി ഈ കൊണ്ടുവരുന്നതാണ്. ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഈ കോട്ടുള്ളത് തലയിൽ ക്യാപ്പുള്ളത്. അവനത് എടുത്തിട്ട് അത് വേണമെന്ന് പറഞ്ഞ ഒരേ നിർബന്ധം. അതെടുത്തിട്ടു. അങ്ങനെ മമ്മിയും റെഡിയായി. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പോകുന്നത് ശ്രീമോൻ്റെ ബർത്ത്ഡേക്കാണ്. ശ്രീമോൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഹസ്ബൻഡ് ചേട്ടൻ്റെ മോനാണ്. ചേട്ടൻ്റെ പേര് കണ്ണൻ ചേട്ടൻ, വൈഫ് ജയ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ അവർ നാട്ടിൽ വന്ന് അവരവരുടെ വീടും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലും താമസിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഏപ്രിൽ 30th ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അവൻ്റേതും ആദവിൻ്റേതും സെയിം ഡേ ആണ് ബർത്ത്ഡേ വരുന്നത്. പക്ഷേ ആദവിൻ്റെ ഞങ്ങൾ നേരത്തെ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെറുതന എന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. ഹരിപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ചെറുതന. അപ്പോൾ കുറച്ച് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ആദവ് അപ്പം തന്നെ കുറച്ച് എനിക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അവന് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങി. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഓട്ടോയിലാണ് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചു. അവൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുക. മമ്മി ഞാനും ആദവും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ അവൻ കഴിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവനത് കഴിക്കുന്നത് എടുത്ത് വായിൽ വെച്ചിട്ട് കാണിച്ചു തരിക. അപ്പം ഞങ്ങൾ എപ്പോഴും ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാതെയാണ്. ആദവും സെയിം ഡേയിലാണ് ജനിച്ചത്. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ഇവരുടെ ബർത്ത്ഡേ ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ആദവിൻ്റേത് ഹസ്ബൻഡൊക്കെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. ഇതാണ് ആയാപറമ്പ് സ്കൂൾ. ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവും കേട്ടോ വഴി. ഞാൻ എപ്പോഴും എനിക്ക് ഇവിടോട്ട് വരുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്, എങ്ങനെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന്. എല്ലാ വഴിയും ഒരുപോലെ എനിക്ക് തോന്നും. ഭയങ്കര ഭംഗിയുള്ളൊരു നാടാണ്. നമ്മുടെ നാടൻ രീതിയിലുള്ള നാടൻ ഭംഗിയുള്ള പക്ക ഗ്രാമപ്രദേശം തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. പാടങ്ങളും വയലും പുല്ലും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ ഈ റോഡൊക്കെ വന്നിട്ട് ആ നാട്ടിലെ ഒരു ഗ്രാമത്തിൻ്റെതായ ഭംഗി പോയി. ഇവിടെ നമുക്കൊക്കെ നിറയെ ചെടികളുണ്ട്. എനിക്കിവിടെ വന്നിട്ട് ഈ ചെടികളൊക്കെ കണ്ടിട്ട് നല്ല രസം തോന്നും. ഇവിടെ എനിക്ക് അധികം ചൂടുമില്ല കേട്ടോ. രാമപുരത്ത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ചൂടാണ്. കാരണം അവിടെ ഹൈവേയുടെ സൈഡിലായതുകൊണ്ട് ഞങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എല്ലാവരോടും വീഡിയോ എടുത്ത് ഞാൻ വ്ളോഗ് ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ പിന്നെ പതുക്കെ ഇങ്ങനെ ഓരോരോ വീഡിയോസ് എടുക്കുവാണ്. അത് വന്നു. അതവന് ഇഷ്ടമുള്ളത് ആ ചിപ്സ് മേടിച്ചിട്ടുണ്ട്, പ്രിങ്കിൾസ് വാങ്ങി അങ്ങനെ കഴിക്കും. ഇതാണ് ശ്രീമോൻ്റെ ആണ് ബർത്ത്ഡേ. അപ്പോൾ ശ്രീമോനെ ഞാൻ ഹൈ പറയിപ്പിക്കുകയാണ്. ശ്രീമോനെ ഇങ്ങോട്ട് നോക്കിയ വീഡിയോയിലോട്ടൊന്ന്. അവർ കുട്ടികൾ ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ബിസിയാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യേണ്ട എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയും ചേച്ചിയുടെ അമ്മയും മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ സിസ്റ്ററുണ്ട്, അമ്പിളി ചേച്ചി എന്നാണ്. അമ്പിളി ചേച്ചി അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ചേച്ചിയും അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇതാണ് അമ്പിളി ചേച്ചി. അപ്പം ശ്രീയുടെ ബർത്ത്ഡേ ഉണ്ട്, അവരിങ്ങോട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ കേക്കെല്ലാം റെഡിയാക്കി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അതും ശ്രീയും കൂടെയാണ് കേക്ക് കട്ടുന്നത്. രണ്ടുപേരും ബർത്ത്ഡേ ബോയ്സ് ആണല്ലോ. അങ്ങനെ ബർത്ത്ഡേ ബോയ്സ് രണ്ടുപേരും കൂടെ അത് ആ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അത് ഭയങ്കര ഹാപ്പിയായി. ആരുടെ ബർത്ത്ഡേ വന്നാലും അവന് കേക്ക് കട്ടിയതില്ലെങ്കിൽ അവന് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അത് ആ കേക്കൊക്കെ വായി വെച്ച് കൊടുക്കുന്നു. ആദ്യയുടെ ബർത്ത്ഡേ സമയത്ത് ആദവനോട് ഞാൻ പറഞ്ഞു ആദ്യയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര സങ്കടമായിരുന്നു. അവന് പെട്ടെന്ന് കേക്ക് കട്ടിയുന്ന സമയത്തായി ഭയങ്കര വിഷമമായിട്ട് അവൻ മാറി നിൽക്കുകയൊക്കെ ചെയ്തു. കണ്ടോ അവിടുത്തെ അമ്മമ്മ ഒരു കൈ നിറയെ ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തവന്. അവൻ ഭയങ്കര ഹാപ്പിയായി ചോക്ലേറ്റ് കണ്ടിട്ട്. എവിടെ വെക്കേണ്ട അമ്മയും ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് അനിലേട്ടൻ. അപ്പോൾ അനിലേട്ടൻ എന്താ വായിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ വീഡിയോസിലൊന്നും ഞാൻ വലുതായിട്ട് അവരെ ആരും എടുത്തിട്ടില്ല. ചേച്ചിയുടെ മൂക്കിൽ കുറച്ച് തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഇതാണ് ചേച്ചിയുടെ ചേച്ചി അമ്പിളി ചേച്ചി. ചേച്ചിയും കൊടുക്കുവാണ്. ഇവരെല്ലാവരും ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, വളരെ അടുത്ത്. അപ്പോൾ അമ്മമ്മ സർപ്രൈസായിട്ട് ശ്രീമോൻ ഒരു ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്രേസ്ലെറ്റ്. അത് കയ്യിലിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഷിയോട് പറയുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് മാത്രമല്ല, അവന് 10th റിസൾട്ടിൻ്റെയും കൂടെ ഗിഫ്റ്റാണ്. പക്ഷേ റിസൾട്ട് ഇതുവരെ ശ്രീയുടെ വന്നിട്ടില്ല, CBSEയിലായതുകൊണ്ട്. അപ്പം അതിൻ്റെയും കൂടെ ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ബ്രേസ്ലെറ്റൊക്കെ കയ്യിലിട്ട് കൊടുത്തു. കണ്ടില്ലേ ശ്രീയുടെ ചിരി കണ്ടില്ലേ. ശ്രീക്ക് ഭയങ്കര നാണമായിരുന്നു അത് പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് മമ്മി വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും വക കേക്ക് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ശ്രീയുടെ മൂക്കിലെ കേക്ക് ചേച്ചിയൊക്കെ തുടച്ച് മാറ്റുക. എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് ശ്രീമോന് ആദ്യം ആ സമയം കൊണ്ട് അവിടെ നിന്ന് ആ കേക്കിനകത്തേക്ക് കുഞ്ഞു കുഞ്ഞു ഹാർട്ട് പോലെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം പിറകെ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞു.
അവിടുത്തെ അമ്മയാണ് ഇത്, ചേച്ചിയുടെ അമ്മയ്ക്കും കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അപ്പോൾ എന്താ ചെറിയ ഗിഫ്റ്റുകളൊക്കെ എല്ലാവരും കൊടുക്കുവാണ്. ഇപ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് ഡ്രസ്സൊന്നും വാങ്ങാൻ പറ്റില്ല, അവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ എൻ്റെ സെക്ഷനാണ്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ ലാസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ കൈമാറി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അനിലേട്ടനോട് പറഞ്ഞിട്ട് വീഡിയോ ഒന്ന് എടുക്കണേ, ഞാൻ കൊടുക്കാൻ പോകണം. ആദവിനെയും കൂടെ നിർത്തിയിട്ട് ഞാൻ ആദവിനും കൂടെ കൊടുക്കുവാണ്. എന്തായാലും അവൻ്റെയും ബർത്ത്ഡേ ഇല്ല, അപ്പോൾ ഞങ്ങൾ ശ്രീയുടെ ബർത്ത്ഡേ ഉള്ള കാരണം വേണ്ട, നമുക്കിനി വലിയ സെലിബ്രേഷൻ നമ്മൾ ഓൾറെഡി സെലിബ്രേറ്റ് ചെയ്യില്ല. അവൻ്റെ നാൾ വന്ന ദിവസം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാം. അന്ന് അവൻ്റെ ചേട്ടനും അച്ഛനും ഒക്കെ ഉള്ള കാരണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തല്ലോ. അങ്ങനെ നോക്കി അതെല്ലാം പറക്കി തിന്നുവാണ്. അങ്ങനെ അപ്പോൾ ചേച്ചി പെട്ടെന്ന് പറഞ്ഞു, ആദവിന് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അവനപ്പോൾ അപ്പം തന്നെ തുറന്ന് കാണണേ, ഒരു ഡ്രസ്സായിരുന്നു. അപ്പോൾ അവൻ വിചാരിച്ചെന്താ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. ആരെങ്കിലും ആദവന് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവൻ്റെ വിചാരം എന്തോ വലിയ സംഭവം. അത് ചെറിയ പ്രായത്തിൽ അങ്ങനെയാണല്ലോ നമുക്കെല്ലാവർക്കും. അവൻ അപ്പം തന്നെ അത് കാണണം തുറന്ന്. അങ്ങനെ തുറന്നതാ നോക്കുവാണ്. അപ്പോൾ ചേച്ചി ചോദിച്ചാൽ സൈസൊക്കെ കറക്റ്റാണോ എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു 1 വയസ്സിൻ്റെ കുട്ടിയുടെ ഡ്രസ്സ് കൊടുത്താലും അതവനത് സെറ്റാവും, അവനത് പ്രശ്നമില്ല. ഇപ്പോഴും അവനെ പണ്ടത്തെ ഡ്രസ്സുകളൊക്കെ തന്നെയാണ് ഇടുന്നത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ അവനെ ഓരോന്നോരോന്നിട്ട് അപ്പം എടുത്ത് നോക്കുവാണ്. നല്ലൊരു ഡ്രസ്സായിരുന്നു. അവന് വെച്ച് നോക്കുക സൈസൊക്കെ കറക്റ്റാണോ എന്ന്. ഞാൻ പറഞ്ഞു അയ്യോ അത് 2 വർഷം കഴിഞ്ഞാലും അവനിടാൻ പറ്റും, അത്രയും വലിയ ഡ്രസ്സാണെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സെല്ലാം നോക്കി നമ്മൾ എടുത്ത് വെച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. ഇവിടെ നിറയെ ചെടികളും എല്ലാം. ഇത് കണ്ടല്ലോ, എനിക്ക് ഈ സംഭവം എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു, അതിനകത്ത് ഇങ്ങനെ മണി പ്ലാന്റ് വെച്ചിരിക്കുക, നല്ല രസമില്ലേ. അപ്പം ഇവിടെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ലഞ്ചിൻ്റെ ടൈമായി. ലഞ്ചിന് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫ്രൈഡ് റൈസാണ്. അതായത് ചൈനീസ് ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ, നമ്മുടെ നാട്ടിലൊരു ഫ്രൈഡ് റൈസ് കിട്ടും. പണ്ടൊക്കെ ഈ ക്രിസ്ത്യൻ കല്യാണങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ഒരു റൈസാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ ഇങ്ങനത്തെ കിട്ടത്തേ ഇല്ല കേട്ടോ, നാട്ടിൽ ചെല്ലുമ്പോൾ മാത്രമേ ഇത് ഇങ്ങനത്തെ കിട്ടത്തുള്ളൂ. അവിടെ എല്ലാവരും ഫ്രൈഡ് റൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ വന്നത് ഇപ്പോൾ ചൈനീസ് ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ ഞാൻ എനിക്ക് ഇതാണോ ഫ്രൈഡ് റൈസ്, നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ഇതിനെ ഫ്രൈഡ് റൈസ് എന്നാണ് പറയുന്നത്. അത് ഗീ റൈസ് പോലെ ഇരിക്കും, പക്ഷേ ഗീ റൈസിൻ്റെ റൈസല്ല, മറ്റേ ജീരകശാല റൈസല്ല ഇത് ബാസ്മതി റൈസ് തന്നെ. വലിയ റൈസിൽ കുറച്ച് കാഷ്നട്ട്സും മുന്തിരിയും ഡ്രൈ മുന്തിരിയില്ലേ, എന്താ കിസ്മിസ്, മുന്തിരി, പിന്നെ എന്താ ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ, പിന്നെ ബീൻസ്, ക്യാരറ്റ്, ഒത്തിരി ബീൻസും ക്യാരറ്റും കാണില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഒനിയനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇത് ഞാൻ പണ്ടൊക്കെ അമ്മ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കുമായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ, എനിക്ക് ഇങ്ങനത്തതാണ് ഇഷ്ടം. ഇവിടെയൊക്കെ കിട്ടുന്ന ബിരിയാണി എല്ലാം കൂടെ കുഴഞ്ഞാൽ ഞാനിത് ശരിക്കും കഴിച്ചു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു, നല്ല തിക്ക് ചിക്കൻ കറി, പിന്നെ പിക്കിളും പപ്പടവും എല്ലാം കൂടി. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്നു. അവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നിറയെ സ്ഥലമുണ്ട്. അപ്പം നടന്ന സമയത്ത് ഒരു നിറയെ മൽബറി ഇങ്ങനെ പഴുത്ത് നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കുറേ മൽബറിൻ്റെ പച്ചയും പഴുത്തതും ഒക്കെ ഉണ്ടായിരുന്നു, കുറേ മൽബറി പറിച്ച് കഴിച്ചു. ഇവിടുത്തെ ചെടികളുടെ കളക്ഷനാണ്. ഇവിടുത്തെ അമ്മ ഭയങ്കര ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം കുറേ ചെടികൾ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, നല്ല രസമാണ്, നിറയെ ചെടിയുണ്ട്. പിന്നെ മുളക്, പല വെറൈറ്റി മുളകുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കുഞ്ഞു കുഞ്ഞു സ്റ്റാച്യൂസ് ഇല്ലേ, അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊക്കിൻ്റേതും ഇതുണ്ട്, കൊക്ക്, പിന്നെ ഒരു താറാവ്, അതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ, മഞ്ചാടി മരം, കണിക്കൊന്ന എല്ലാം ഉണ്ട് കേട്ടോ. ഇത് കണ്ട് ഇവിടെ ഫുള്ള് മുളകുകളാണ്, പല ടൈപ്പ് മുളക്, എല്ലാം പഴുത്തിങ്ങനെ നിൽക്കുക. ഇത് കണ്ട് താറാവിനെയൊക്കെ വെച്ചിരിക്കുന്നത്, ഇത് നല്ല രസമാണ്. അപ്പോൾ കുറേ നേരം ഇവിടെ ആണെങ്കിൽ പുറത്തിങ്ങനെ ഇരുന്നാൽ മതി, ഒരു ചെയറിട്ട് അവിടെ ഇരുന്നാൽ മതി, നല്ല സുഖമാണ്, ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് ഞങ്ങൾ ചായ കുടിച്ചു. ചായ ഇരിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ചായയും വടയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ വൈകുന്നേരമായി, രാവിലെ വന്നതാണ്, ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായി. ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇവിടുന്ന് തന്നെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവുക. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ആദവിനോട് ബൈയൊക്കെ പറഞ്ഞ് അമ്മമ്മയോടൊക്കെ ഇങ്ങനെ ബൈയൊക്കെ പറഞ്ഞിരിക്കുക. അപ്പം വരണേ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിനി വരാനും ചേച്ചിയോട് ഞാൻ പറഞ്ഞു നമുക്ക് ബാംഗ്ലൂരിൽ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക. ഇവിടുന്ന് കയറിയപ്പോൾ തൊട്ട് ഈ ഓട്ടോയുടെ ഫ്രണ്ടിൽ ഇത് കണ്ടോ, ഗ്രേപ്സ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, അതായത് പ്ലാസ്റ്റിക് ഗ്രേപ്സ്. ആദ്യമായിട്ട് കാണുക. എനിക്കത് വേണേ ആ ഓട്ടോക്കാരനോട് ചോദിച്ചപ്പം ആളിങ്ങനെ തൊടാനൊന്നും ചോദിച്ചില്ല. നമ്മൾ ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അത് കാരണം ഞാൻ പിന്നെ അതിനോട് പറഞ്ഞു വേണ്ട അതെന്ന്. പക്ഷെ അത് പറഞ്ഞ് അവൻ അങ്ങനെ കരഞ്ഞു, എനിക്കത് തന്നെ വേണം. ഞാൻ പിന്നെ അവനെ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അപ്പോഴത്തേക്ക് അവൻ ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മി അവനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. സന്തോഷമായ ഒരു നല്ല വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്